ഏതാണ്ട് കാടിന്റെ മനുഷ്യര് അത് 10 വർഷം മുമ്പുണ്ടായിരുന്ന ആന എണ്ണത്തിൽ നിന്ന് നാട്ടിലെ ചില കഴുതകൾക്ക് അതൊന്ന് പറഞ്ഞു കൊടുക്കണം. നാട്ടിലെ ചില മനുഷ്യപ്പറ്റില്ലാത്ത കഴുതകൾക്ക് അതൊന്ന് പറഞ്ഞു കൊടുക്കണം. എനിക്കിപ്പോഴും വന്നിട്ടുണ്ട് മെസ്സേജ്. ഒരു ബോധവും ഇല്ല. വല്ല അന്യ രാജ്യ പണവും കൈപ്പറ്റി ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആനത്താരയിൽ എന്തെങ്കിലും കെട്ടിട നിർമ്മാണം എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? പടയപ്പൊക്കെ ഇറങ്ങുന്ന സ്ഥലത്തുണ്ടായിട്ടുണ്ട്. അതൊക്കെയാണ് ആദ്യം പൊളിച്ചത്. ആന എന്തുകൊണ്ടാണ് അതിന്റെ പരിസരം വിട്ട് പാഞ്ഞു വരുന്നത്? ആന പക എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തന്നെ വായിച്ചിട്ടുണ്ട്. ആനയുടെ പക വായിച്ചിട്ടില്ല. വെള്ളം, അതിന്റെ ഭക്ഷണം, ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതൊക്കെ നിലനിർത്തേണ്ടത് സർക്കാരിന്റെ ചുമതലയാണ്. സർക്കാരൊരു കാരണത്തെ ഗള്ളി കിട്ടാന്ന് പറയാം. ഈ മണ്ണൊലിപ്പ് തടയാനായിട്ട് ഉള്ള ചാനലും കൂടെ അത് കെട്ടിയിട്ടില്ല. ഒറ്റ തുള്ളി വെള്ളം പിന്നെ നിങ്ങൾ താഴ്ത്തില്ല. അതവിടെ വെച്ച് അവസാനിച്ചു പോവുക. കാരണത്ത് വെള്ളമില്ല കുടിക്കാൻ. ഈ ഗല്ലികെട്ടാണ് പ്രശ്നം. പൂർവ്വമൊക്കെ പറ്റണേ. ഇത് നമ്മുടെ നാട്ടിലെ നവോത്ഥാനക്കാരെ ഒന്ന് അറിയിച്ചു കൊടുക്കണം കേട്ടോ. ആ ഗല്ലിയിട്ട് നിർത്തിയ കുറൊക്കെ വെള്ളങ്ങളുണ്ടാവും. അറിയിക്കുക. പുതിയ വരാൻ നമ്മുടെ ഇവിടെ ഉണ്ട്. രാത്രി കിട്ടില്ല പോയതിൽ അവർ നമ്മളെ നിൽക്കട്ടെ വരും. അങ്ങനത്തെ അവസ്ഥ. കേരളത്തിന്റെ പശ്ചാത്തലത്തില് വനവാസം, വനജീവിതം ഇതിനെ സംബന്ധിച്ചിട്ട് സമഗ്രമായ ഒരു അന്വേഷണം ഞാൻ പാർലമെന്റിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു ട്രൈബൽ കമ്മീഷന് കേരളത്തിലേക്ക് അയക്കണം. യഥാർത്ഥ സ്ഥിതി വിവര കണക്ക് രേഖപ്പെടുത്തി കേന്ദ്ര സർക്കാരിനെ അറിയിക്കണം എന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. പ്രസംഗമാണ് ആരെങ്കിലും ഒന്ന് അടുത്തൊന്ന് കേൾപ്പിക്കും കേട്ടോ. അതിൻ്റെ വിവർത്തനം ചെയ്ത് കൊടുക്കണം. അത് ആംഗ്ലേയത്തിലായതുകൊണ്ട് ഇംഗ്ലീഷിലായതുകൊണ്ട് വിവർത്തനം ചെയ്ത് കേൾക്കണം. ഒരു ട്രൈബൽ കമ്മീഷന്റെ വരവ്, ആ പ്രസംഗം ദ്രൗപദി മുർമു ആയമ്മ കേട്ടിട്ട് കേരള ഗവൺമെന്റിന് ആ പ്രസംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതിന് ഇതുവരെ മറുപടി അവിടെ കിട്ടിയിട്ടില്ലെന്നാണ് ഞാൻ അറിയുന്നത്. അത്രയ്ക്കുണ്ട് നമ്മുടെ കോഓപ്പറേറ്റീവ് ഫെഡറലിസം. ഇതൊക്കെ ആരാ ഇതിന് രൂപകൽപ്പന ചെയ്യുന്നത്? ഈ കോഓപ്പറേറ്റീവ് ഫെഡറലിസത്തിന് രൂപകൽപ്പന ആരാണ് ചെയ്യുന്നത്? ഓരോരുത്തരും അവരവരുടെ സൗകര്യത്തിനാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. നിങ്ങളുടെയൊക്കെ ജീവിതം അതിനകത്തേക്ക് ആ രൂപകൽപ്പനയിൽ വരുന്നുണ്ട്. എന്തായാലും വലിയ വിപ്ലവം ഉണ്ടാവും കേട്ടോ. വിപ്ലവ അടിമകൾക്ക് മാത്രമല്ല വിപ്ലവം കൊണ്ടുവരാനുള്ള അവകാശം. ഉഴലുന്ന ജനതയ്ക്ക് നിങ്ങൾ തീർച്ചയായിട്ടും എപ്പോഴും ഉഴലുന്ന ജനതയും കഷ്ടപ്പെടുന്ന ജനതയും അല്ലേ? ആണോ? പറ വരട്ടെ, നോക്കാം കേട്ടോ. പാർലമെന്റിൽ ഇതിനൊക്കെ വേണ്ടി ഈ അധമത്തിനെതിരെ ശബ്ദമുയർത്താനുള്ള അവസരം എനിക്ക് ലഭിക്കും. സാറേ ഒരു കാര്യം സാറേ, ഞങ്ങള് ട്രൈബൽ കുടുംബങ്ങളിലെ ട്രൈബൽ കുടുംബങ്ങളിൽ 2 കുടുംബം താമസിക്കുന്ന ഒരു വീട്ടില് അവർക്ക് സ്ഥലത്തിന്റെ കാര്യമൊന്നും ഒന്നായിട്ടില്ല. കേരള സർക്കാരിന്റെ ഒരു വീട്ടില് 2 കുടുംബമായിട്ട് താമസിക്കുന്ന ആൾക്കാരുണ്ട്.
ഇവിടെ കാര്യങ്ങളായിട്ട് സ്ഥലമില്ല അതിൻ്റെ കാര്യം. ഞാൻ പറയുന്നത് തൃശ്ശൂർ ജില്ലയിൽ ലോക്സഭാ മണ്ഡലത്തിൽ തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി ഇപ്പൊ ഈ പറയുന്ന ഒരു വീട്ടിൽ 2 കുടുംബം എങ്ങനെ അവർക്ക് എന്തുകൊണ്ട് സ്ഥലം കിട്ടി? അവർ ആദിവാസി അല്ലെങ്കിൽ ഗോത്രവർഗത്തിൽ ഒരു ഇൻഡെക്സ് ഉണ്ട്. ആ ഇൻഡെക്സിനകത്ത് അവർ 2ആയിട്ടാണ് അതോ 1ആയിട്ടാണ് പെട്ടിരിക്കുന്നത് ലിസ്റ്റ്. ഒരു കുടുംബത്തിനൊരു അവകാശം നമുക്ക് തൃശ്ശൂർ ജില്ലയ്ക്ക് മാതൃകയാകും. മറ്റു ജില്ലകളോട് ചെയ്യണം. അത് ചെയ്യണം. നമ്മുടെ പാർട്ടി നമ്മളെല്ലാം ചൂണ്ടിക്കാണിച്ചാലും ഉദ്യോഗസ്ഥന്മാരാണ് അത് തിരിച്ചു എഴുതുന്നത്. അവിടെയാണ് ഇത് പറഞ്ഞത്. ഉദ്യോഗസ്ഥന്മാരാണ് ഈ വലിയ കളികൾ. ട്രൈബൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ വീടുകൾക്ക് അനുവദിക്കുന്ന ഫണ്ടില്ലേ ഈ പഞ്ചായത്ത് തലത്തിൽ ആദ്യമൊക്കെ ട്രൈബൽ ഫണ്ട് കൊടുത്തിരുന്നത് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തിരുന്നത്. ഇപ്പോൾ പഞ്ചായത്ത് തലത്തിൽ കൊടുത്തിരിക്കുമ്പോൾ വീടുകളൊക്കെ അവർ വേറെ ഭാഗം മാറ്റി ചിലവാക്കിയിട്ട് നമുക്ക് ട്രൈബലിൽ ഫണ്ട് കിട്ടുന്നില്ല. വീടുകൾ കിട്ടുന്നില്ല ട്രൈബലിൽ. അങ്ങനെ വീടുകൾ കുറവ്, ആനുകൂല്യങ്ങൾ കുറവ്, കുറേ അവകാശങ്ങൾ കുറവാണ് ഇപ്പോൾ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് ട്രൈബലിൻ്റെ ആൾക്കാർക്ക് കിട്ടുന്നത്. എനിക്ക് ഡോക്യുമെന്റ് വീഡിയോ ഡോക്യുമെന്റ് എനിക്ക് ഒരു നിയമം ഉണ്ടാക്കി വെച്ച് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കൊടുക്കാതെ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഫണ്ട് കേട്ടോ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഫണ്ട് ഇനി ഇവിടുത്തെ തസ്കരന്മാരെ ഏൽപ്പിക്കാതെ ഓരോ ആദിവാസിയുടെയും ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിലേക്ക് കൊണ്ടുപോകുന്ന എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കാൻ പ്രധാനമന്ത്രി എടുത്ത് പറഞ്ഞു. ഇന്ത്യൻ പ്രസിഡന്റ് ഗോത്രവർഗമാണ്. ആയമ്മയ്ക്കും ഒരു ഡോക്യുമെന്റ് അയച്ചു. ഞാൻ കൊടുക്കാം, എനിക്ക് തന്നാൽ മതി. ഈ പഞ്ചായത്ത് വഴി കൊടുക്കുന്ന പരിപാടി അധമം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. അതിനാവിന് പഠിച്ചില്ലാന്ന് പറഞ്ഞ പൈസ തരുന്നില്ല. വീടൊക്കെ പണിയാൻ പറ്റാണ്ട് അങ്ങനെ തന്നെ കിടക്കുക. രോഗമായിട്ട് മരുന്ന് മേടിക്കാൻ വരെ കാറ്റില്ല. പിന്നെ എങ്ങനെ വീട് പണിഞ്ഞ് ഞങ്ങള് എല്ലാ മാസത്തിലും പെൻഷൻ കിട്ടിയുണ്ടാകുന്നില്ല. ഞങ്ങൾക്ക് സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ 2 സെൻറ്റ് സ്ഥലങ്ങളിപ്പോൾ ഞങ്ങളുടെ മക്കൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്ഥലം മേടിക്കാനോ ഒന്നും കഴിയില്ല. അപ്പം അങ്ങനെ അവസ്ഥയിൽ ജീവിക്കണം. നമ്മുടെ മക്കൾ വേറെ താമസിക്കുന്ന സ്ഥലം പിടിക്കണ്ടേ. അപ്പം ഒരു വീട്ടിൽ 2 വീട്ടുകാർ അങ്ങനെ താമസിക്കുന്നുണ്ട്. സ്ഥലത്തിനൊരു സംവിധാനം ഉണ്ട്. അത് എന്തെങ്കിലും ഒരു ഉണ്ടാക്കി ഞങ്ങളെ പൂർവികന്മാർ വിറ്റ സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇത് കേന്ദ്ര ഗവൺമെന്റ് ഇത് മനസ്സിലാക്കി വനം ഇനി ആരുടെ അവകാശം എന്ന് പറയുന്ന ഒന്നൊരു എഴുത്ത് വരണം. ഒരു എഴുത്തിന് വരണം. അല്ല നിയമമൊന്നും വന്നിട്ട് കാര്യമില്ല. വനം ആരുടെ അവകാശമാണ്, അതിനുവേണ്ടി നിങ്ങൾ ഒരു പോരാട്ടം ആരംഭിക്കണം. ഞാൻ മുന്നിലുണ്ടാവും. ഞങ്ങളുടെ